മതമാറ്റ വിരുദ്ധ നിയമം നടപ്പാക്കാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധവുമായി അരുണാചൽ പ്രദേശിലെ ക്രിസ്ത്യൻ സമൂഹം. അരുണാചൽ ക്രിസ്ത്യൻ ഫോറത്തിന് കീഴിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇറ്റാനഗറിന് സമീപം കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഫെബ്രുവരി 17 മുതൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 1978 ജനതാ സർക്കാർ കൊണ്ടുവന്ന അരുണാചൽ പ്രദേശ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് നടപ്പാക്കാനുള്ള മുഖ്യമന്ത്രി പേമ ഖണ്ഡുവിന്റെ നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. 1978 സംസ്ഥാനം പാസാക്കുകയും രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുകയും ചെയ്തെങ്കിലും 4 പതിറ്റാണ്ടുകളിലേറെയായി ഈ നിയമം നടപ്പാക്കിയിട്ടില്ല. എന്നാൽ 2024 സെപ്റ്റംബറിൽ ഗുവാഹത്തിയിൽ ഹൈക്കോടതിയുടെ ഇറ്റാനഗർ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയിൽ വാദം കേട്ടിരുന്നു. അതിന് പിന്നാലെയാണ് 6 മാസത്തിനുള്ളിൽ നിയമങ്ങൾ രൂപീകരിക്കാൻ സർക്കാരിനോട് ഉത്തരവിട്ടത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 ലക്ഷത്തിലധികം ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നത് എന്ന് ACF പ്രസിഡന്റ് തർമിറി പറഞ്ഞു. നിയമത്തിനെതിരെ തുടക്കം മുതലേ തന്നെ ACF, അതായത് ആദ്യം നമ്മൾ പറഞ്ഞ ആ സംഘടന ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ഫോറം, ആ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഷോർട്ട് ഫോം ആണ് അരുണാചൽ ക്രിസ്ത്യൻ ഫോറം ACF. ഈ സംഘടന കൃത്യമായ രൂപത്തിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. അപ്പോൾ നിയമം നടപ്പാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് സംഘടനയുടെ വിശദീകരണം. നിയമം നടപ്പാക്കാനുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനെതിരാണെന്നും തർമിറി പറഞ്ഞു. അതേസമയം നിയമം റദ്ദാക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമായതുകൊണ്ട് നടപ്പിലാക്കേണ്ടി വരുമെന്നും സർക്കാരുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. നടപ്പാക്കുകയാണെങ്കിൽ കൂടിയാലോചനകൾ നടത്തുമെന്നവർ വ്യക്തമാക്കി. ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ മതപരിവർത്തനം നിരോധിക്കുന്നതാണ് നിയമം. ഈ നിയമം ലംഘിക്കുന്ന പക്ഷം 2 വർഷം തടവോ 10,000 രൂപ വരെ പിഴയോ ലഭിക്കും. ഓരോ മതപരിവർത്തനവും ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും വീഴ്ച വരുത്തിയാൽ പിഴ ചുമത്തുമെന്നും നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. 1971 സെൻസസ് പ്രകാരം 0.79% സംസ്ഥാനത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ. എന്നാൽ 2011 അത് 30.26% ഉയർന്നു. 13% ബുദ്ധമതക്കാരാണ്. അതേസമയം ഡോണിപോളോ പോലുള്ള തദ്ദേശീയ വിശ്വാസം ഇപ്പോഴും പിന്തുടരുന്ന വലിയ ഒരു വിഭാഗം ആളുകളും അവിടെയുണ്ട്. തദ്ദേശീയ വിശ്വാസ അനുനയങ്ങളിൽ ഒരു വിഭാഗം പങ്കുചേരുന്നുണ്ട്. അവരുടെ അനുയായികൾ അങ്ങനെയാണ്. 4 പതിറ്റാണ്ട് പഴക്കമുള്ള മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി വാദിക്കുന്നവരുമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നിവ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. മണിപ്പൂരിലും ഗണ്യമായിട്ടുള്ള ക്രിസ്ത്യൻ ജനസംഖ്യാ വർധനവുണ്ട്. അതുകൊണ്ട് മതപരിവർത്തന വിരുദ്ധ നിയമത്തെക്കുറിച്ചിട്ടുള്ള പുതിയ വിവാദം ഈ സംസ്ഥാനങ്ങളിൽ ഭൂചലനമുണ്ടാക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നൊക്കെ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള സ്റ്റോറികൾ പിറവിയെടുക്കുന്നത്. 32,000 ആളുകളെ മതം മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ കേരള സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുകയും ലക്ഷക്കണക്കിന് രൂപ ഓഫറുമായിട്ട് സംവദിക്കാൻ വരികയും ചെയ്ത ആളുകൾ പറയണം, ഇവിടെ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ? നമ്മുടെ നാട്ടിൽ അതൊക്കെ കേമമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമം വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് നമ്മൾ BJPയെ പിന്തുണയ്ക്കുന്നത്. അല്ലാതെ BJPയുടെ മതത്തോടോ രാഷ്ട്രീയത്തോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല. മറിച്ച് തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ളതുപോലെ രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇതുവരെ കോൺഗ്രസ് ഭരിച്ചതിനേക്കാൾ ഈ രാജ്യം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് BJPയുടെ പല രൂപത്തിലുള്ള പുരോഗതി കൈവരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ എതിർക്കുന്ന രീതിയെയും ഒക്കെ നമ്മൾ പിന്തുണയ്ക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മോദി സർക്കാരിന്റെ ഇന്ത്യ ഭരണം. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഒരുപാടുണ്ട്. ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളുടെയും കുഴപ്പങ്ങളുടെയും കാരണം അന്വേഷിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് ഒരേ ഒരു മതത്തിലാണ്. ആ മതം ഇസ്ലാം മതമല്ലാതെ മറ്റൊരു മതവുമല്ല. അത് തുറന്നു പറയുന്നത് കൊണ്ട് ഒരു പ്രയാസവും സംഭവിക്കാനില്ല. മതങ്ങളുടെ പ്രവർത്തന മേഖല ആത്മീയതയാണ്. എന്നാൽ ഇസ്ലാം മതത്തിന്റെ പ്രവർത്തന രംഗം പൊളിറ്റിക്സ് ആണ്. അവർക്ക് രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അവർ. പലരും പറയുന്നത് കേൾക്കാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന്. ഇസ്ലാം വേറെയും പൊളിറ്റിക്കൽ ഇസ്ലാം വേറെയുമല്ല. ആ ധ്വനി അങ്ങനെയാണ് വരിക. നമ്മളാരും മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഒന്നും എതിരല്ല.
കള്ളനും കള്ളത്തരത്തിനും എതിരാണ്. ഇസ്ലാമി ലോകവ്യാപകമായി സ്ഥാപിക്കപ്പെടുന്നതിനോട് നമുക്ക് എതിരാണ്. ആ ഇസ്ലാമിനെ ജീവിതത്തിൽ അങ്ങനെ തന്നെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്ന മുസ്ലിങ്ങൾക്കും എതിരാണ്. ഇസ്ലാം ഒരു സമ്പൂർണ്ണ പൊളിറ്റിക്കൽ ഇസ്ലാം മതമാണ്. പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ ഈ മതമില്ല. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഇസ്ലാം. ഇസ്ലാമിൽ നിന്ന് പൊളിറ്റിക്സിനെ വേർപെടുത്തിയിട്ട് മറ്റൊരു മതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, പ്രത്യേകിച്ച് സമാധാനത്തിന്റെ മതം. ആത്മീയത കൊണ്ടല്ല മുസ്ലിങ്ങൾ ഇന്ന് തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുന്നത്. അവർക്ക് അധികാരം വേണം, അവർക്ക് മതനിയമം ഇവിടെ നടപ്പിലാക്കണം. അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഖുർആനിന്റെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം സ്ഥാപിക്കാൻ, ലോകം സ്ഥാപിക്കാൻ, ഭരണം സ്ഥാപിക്കാൻ, മതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന്റെ ഒരു നാന്തിയായിട്ട് മാറാൻ ഓരോ വിശ്വാസികളും പ്രയാസപ്പെടുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. ഈ ലക്ഷ്യത്തിൽ നിന്നൊരു ഇസ്ലാം മത വിശ്വാസിക്ക് വിട്ടു നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും അംഗീകരിക്കുന്നു എന്ന് ഇസ്ലാം മത വിശ്വാസികൾ പറയുന്നുണ്ടെങ്കിലും അവരിപ്പോഴത് ന്യൂനപക്ഷമായതുകൊണ്ടാണ് അവർ ആ രൂപത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അവർക്കിവിടെ നിലനിൽപ്പുള്ളൂ. നിലവിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്നാൽ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ് അവർ മിണ്ടാതിരിക്കുന്നുണ്ടോ? മതം വളർത്താൻ, അവരെ ഭൂരിപക്ഷമാക്കാൻ, അങ്ങനെ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ഭൂരിപക്ഷമാക്കുന്നതിന് വേണ്ടി അവർ എത്ര കണ്ട് ശ്രമിക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ഇപ്പോ ഹിന്ദുക്കള് ഒരു കുട്ടിയെ കൊണ്ട് തന്നെ അടുത്ത പ്രോഡക്റ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി. അവരുടെ ഇടയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് പോലും മിനിമം 4 കുട്ടികളുണ്ട്. ബയോളജിക്കലി നമ്മുടെ മതത്തെ വളർത്തണം. ഇത് വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയും ലക്ഷ്യത്തോടു കൂടിയും അജണ്ടയോടും കൂടിയാണ്. അല്ല എന്ന് പറയാനും മുസ്ലിങ്ങൾക്കും പറ്റില്ല കേട്ടാ. ഇസ്ലാം വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മതജീവിതമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിതം. മതം എന്തു പറയുന്നു അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മതവിശ്വാസികളുടെ മതവിശ്വാസം കൂടുതൽ ദൃഢമാകുകയും അതിനനുസരിച്ച് അവർ അഗ്രസീവ് ആകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികളെ കേന്ദ്രീകരിച്ച് എല്ലായിടങ്ങളിലും ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും മൂർച്ഛിക്കുന്നത്. ഇതൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഒരു ആഗോള പ്രശ്നമായിട്ട് ഇവർ വളർന്നിരിക്കുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ തലയിൽ കയറിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കും. പൊളിറ്റിക്കൽ ഇസ്ലാം അതിൽ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മുസ്ലിമുകളിൽ ഒരു വിഭാഗം ഒഴികെ ബാക്കി കേരളത്തിലെ ഏത് സമസ്ത AP ആയാലും EK ആയാലും ഇനി മറ്റേ ഇപ്പോഴുള്ള ഇതായാലും അല്ലെങ്കിൽ ഇനി 2 മുജാഹിദ 4 മുജാഹിദ 10 ഉണ്ടായിരുന്ന കാര്യമില്ല. അവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൽ ഇക്വാനിസം, ബ്രദർഹുഡ് എന്നൊക്കെ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ടാണ് അവർക്ക് ബന്ധമുള്ളത്. അവർ പറയുന്നല്ല എന്ന് ഇന്നലെ ലേഖനങ്ങളുണ്ടല്ലോ, അവരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, മൗദൂദിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ. അത് വേറെ വിഷയം, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇസ്ലാമിസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നം എന്ന് പറയും പ്രോബ്ലം അവർ ഒന്നാണെങ്കിൽ കുഴപ്പമില്ല. അവർ പല വ്യൂ പോയിന്റുള്ള ഇസ്ലാമിസ്റ്റുകളാണ്. അതാണല്ലോ അൽ-ഖൈദയും ISISും കൂടെ നമുക്കൊന്ന് യോജിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ യോജിച്ചില്ല. ട്രംപ് മോഡേൺ ഇവര് ഇപ്പൊ നമുക്കറിയാം ഫസൽ ഗഫൂർ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എവിടെ പോയി ഫസൽ ഗഫൂറിന്റെ പോപ്പുലർ ഫ്രണ്ട് പ്രേമും? SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും നിർലോഭം പബ്ലിക്കിൽ വന്ന് പിന്തുണ പ്രഖ്യാപിച്ച ഈ ഫസൽ ഗഫൂറിനെ പോലെയുള്ള മത തീവ്രവാദികൾ ഈ കേരളത്തിൽ തീവ്രവാദ ആശയങ്ങൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നില്ലേ? വളമിടുകയായിരുന്നില്ലേ? അതിനെ തഴച്ചു വളരാൻ പ്രേരിപ്പിക്കുകയായിരുന്നില്ലേ? എന്താണ് മൗദൂദി മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം? അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. എന്താണ് ബംഗ്ലാദേശിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ചെയ്തു കൂട്ടുന്നത്? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ്. അവരെല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്താ? SDPIയുടെ ലക്ഷ്യം എന്താ? മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താ? ഇവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, അതായത് രാഷ്ട്രീയപരമായി നമ്മൾ ഇവരോട് ഫൈറ്റ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രം പിടിക്കാൻ പറ്റൂ. തെരഞ്ഞെടുപ്പിലൂടെ അങ്ങനെ മാത്രമേ നമുക്കൊരു ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. മുജാഹിദീന്റെ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ രാജ്യാന്തര പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ അല്പനേരം നിങ്ങളോട് സംസാരിക്കേണ്ട വിഷയം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതിരോധ ഭീകരത എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും മനോമുകുരത്തിൽ തെളിഞ്ഞു വരും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം
മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർന്നു വന്ന് മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തുന്ന ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരെ തിരുത്തുക എന്നുള്ളതാണ് ബാധ്യത. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശല്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉഗ്രരൂപങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ പൊളിറ്റിക്കൽ ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. ഇതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ഇസ്ലാമിനെ ഇവർ വേറെ കൊണ്ടുവരേണ്ടി വരും. മക്കയിലുണ്ടായ ഇസ്ലാമില്, മദീനയിൽ പ്രചരിച്ച ഇസ്ലാമില്, മുഹമ്മദ് പഠിപ്പിച്ച ഇസ്ലാമിൽ പൊളിറ്റിക്കൽ ഇൻവോൾവ്ഡ് ആണ്. നന്ദി.